വെള്ളാപ്പള്ളി നടേശന്റെ ഐക്യ ആഹ്വാനത്തെ സ്വാഗതം ചെയ്ത് കത്തോലിക്ക ഇതര എപ്പിസ്കോപ്പൽ സഭകളുടെ പൊതുവേദിയായ KCC നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം എന്ന ആഹ്വാനത്തെ ക്രിയാത്മകമായി നോക്കിക്കാണുന്നുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി തിന്മയ്ക്കെതിരെ പോരാടണമെന്നും KCC ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് ആഹ്വാനം ചെയ്തു. നായാടി മുതൽ നസ്രാണി വരെ ഒന്നിച്ചു നിൽക്കണമെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന ചർച്ചയായ സാഹചര്യത്തിലാണ് ക്രൈസ്തവ സഭകളുടെ പിന്തുണ. വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ കത്തോലിക്ക ഇതര എപ്പിസ്കോപ്പൽ സഭകളുടെ പൊതുവേദിയായ KCC സ്വാഗതം ചെയ്തു. ഐക്യാഹ്വാനത്തെ ക്രിയാത്മകമായി നോക്കിക്കാണുന്നുവെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി തിന്മയ്ക്കെതിരെ പോരാടണമെന്നും KCC ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് പറഞ്ഞു. നായാടി മുതൽ നസ്രാണി വരെ ഒന്നിക്കണം എന്നുള്ള ബഹുമാന്യനായ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന വളരെ ക്രിയാത്മകമായ അർത്ഥത്തിൽ സ്വീകരിക്കുന്നതിനാണ് ആഗ്രഹിക്കുന്നത്. നായാടി നസ്രാണി എന്ന് പറയുന്നത് പ്രാസം ഒപ്പിച്ചുള്ള ഒരു പ്രയോഗമായിട്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിക്കണം. എല്ലാവരും എന്തിനാണ് ഒന്നിക്കുന്നത്? നന്മയ്ക്കായിട്ട് ഒന്നിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും ഒന്നിക്കുമ്പോൾ എതിർപക്ഷത്ത് ആരുമില്ല. എല്ലാവരെയും ചേർത്ത് നിർത്തുക, സകല മാനവനെയും ഒരുമിച്ച് ചേർത്ത് തിന്മയ്ക്കെതിരായി, തിന്മയുടെ ശക്തികൾക്കെതിരായ ഒരു പോരാട്ടമാക്കി ഇതിനെ മാറ്റേണ്ടിയിരിക്കുന്നു. ഓർത്തഡോക്സ് യാക്കോബായ CSI മർത്തോമ ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭകളുടെ സംയുക്ത വേദിയാണ് KCC. മുസ്ലിം സമുദായത്തിന് മാത്രം ലഭ്യമാകുന്ന അമിത ആനുകൂല്യങ്ങളെയും SNDP ഉൾപ്പെടെയുള്ള മറ്റു സമുദായങ്ങളോടുള്ള അവഗണനയെയും വിമർശിച്ചായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം. ക്രൈസ്തവ സഭകൾക്കും സമാന നിലപാട് തന്നെയാണെന്നാണ് KCC നേതൃത്വത്തിന്റെ പരാമർശം സൂചിപ്പിക്കുന്നത്.